പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി കോങ്ങാട് സീറ്റുകൾ പരസ്പരം വെച്ചുമാറാൻ UDF. പട്ടാമ്പിയിൽ ഇത്തവണ മുസ്ലിം ലീഗ് മത്സരരംഗത്ത് വരും. മണ്ണാർക്കാട് MLA ആയ N ഷംസുദ്ദീൻ തന്നെ നമ്മളോട് വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. അതായത് ഇത്തവണ ആത്യന്തികമായി ലക്ഷ്യം UDF അധികാരത്തിൽ വരിക എന്നതാണ്. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും മുസ്ലിം ലീഗ് തയ്യാറാണ്. സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യത്തിലടക്കം ധാരണയുണ്ടാവും. UDFന് സാധ്യതയുള്ള കോൺഗ്രസിന് സാധ്യതയുള്ള സീറ്റുകളിൽ കോൺഗ്രസ് ഇത്തവണ മത്സരിക്കട്ടെ. ഒപ്പം തന്നെ മുസ്ലിം ലീഗിന് സാധ്യതയുള്ള മത്സരത്ത് മുസ്ലിം ലീഗ് സീറ്റ് ആവശ്യപ്പെടുമെന്നുകൂടി N ഷംസുദ്ദീൻ MLA വ്യക്തമാക്കിയിരുന്നു. അക്കാര്യത്തിലാണ് ഇപ്പോൾ സ്ഥിരീകരണം വരുന്നത്. ഇത്തവണ പട്ടാമ്പിയിൽ മുസ്ലിം ലീഗ് ആയിരിക്കും മത്സര രംഗത്തുണ്ടാകുക. തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം മുസ്ലിം ലീഗിന് ഇത്തവണ പട്ടാമ്പിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. 172 എന്ന സീറ്റ് കണക്കൊക്കെ ഇത്തവണ 260 അതിലടക്കം സീറ്റ് വർദ്ധിപ്പിക്കാനൊക്കെ മുസ്ലിം ലീഗിന് കഴിഞ്ഞിരുന്നു. ഈ നഗരസഭ ഉൾപ്പെടെ പിടിച്ചെടുക്കാനും UDFന് അധികാരം നിലനിർത്താനും ഒക്കെ ഇത്തവണ മുസ്ലിം ലീഗിന്റെ ഈ പങ്ക് അത് വളരെ വലുതായിരുന്നു. മാത്രവുമല്ല V4 പട്ടാമ്പിയെ അടക്കം UDFൽ ലയിപ്പിക്കാനും ഒപ്പം നിർത്താനും ഒക്കെ മുസ്ലിം ലീഗിന്റെ ഇടപെടലാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിന് പിന്നാലെ മുസ്ലിം ലീഗ് തന്നെയാണ് പട്ടാമ്പിയിൽ ഇത്തവണ സീറ്റ് നൽകണം എന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. പകരം ഈ നിലവിൽ മുസ്ലിം ലീഗ് മത്സര രംഗത്തുള്ള കോങ്ങാട് സീറ്റ് വേണമെങ്കിൽ കോൺഗ്രസിന് നൽകുമെന്ന കാര്യത്തിലും ധാരണയായിട്ടുണ്ട്. ഈ UDF ഇത്തവണ സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യത്തിലൊക്കെ ധാരണയായി എന്ന് നേരത്തെ തന്നെ ഈ MLA ഉൾപ്പെടെ ഉള്ളവർ വ്യക്തമാക്കിയതായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പേര് കൂടി ഈ രംഗത്തെത്തുന്നത്. അതായത് MA സമദിന്റെ പേരാണ് നിലവിൽ മുസ്ലിം ലീഗ് പട്ടാമ്പിയിൽ പരിഗണിക്കുന്നത്.